ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 70. റോമ അധ്യായങ്ങൾ 13ഉം 14ഉമാണ് നാം ഇന്ന് വായിക്കുന്നത്. ഭരണകൂടത്തോടുള്ള കടമകളും വിശ്വാസികൾക്കിടയിലെ പരസ്പര ബഹുമാനവും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഈ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നു. റോമ അധ്യായം 13. അധികാരത്തോട് വിധേയത്വം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്നവ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനമാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത്. നിനക്ക് അധികാരത്തെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അതിൽ നിന്ന് പ്രശംസ ലഭിക്കും. എന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ. ആകയാൽ ക്രോധത്തെ പ്രതി മാത്രമല്ല, മനസാക്ഷിയെ പ്രതിയും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇക്കാരണത്താൽ തന്നെ. എന്തെന്നാൽ അവർ ഇക്കാര്യത്തിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അവകാശപ്പെട്ടവന് ആദരം, ബഹുമതി അവകാശപ്പെട്ടവന് ബഹുമതി. സഹോദര സ്നേഹം. പരസ്പരം സ്നേഹിക്കുന്നത് ഒഴികെ നിങ്ങൾ ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും ഈ ഒറ്റവാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം അയൽക്കാരന് ഒരു തിന്മയും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. പ്രകാശത്തിന്റെ ആയുധങ്ങൾ. പ്രത്യേകിച്ച് കാലമായെന്ന് നിങ്ങൾക്കറിയാം, അതായത് നിങ്ങൾ നിദ്രയിൽ നിന്ന് ഉണരേണ്ട മണിക്കൂർ. എന്തെന്നാൽ നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് സമീപസ്ഥമാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലെന്ന പോലെ നമുക്ക് മാന്യമായി വ്യാപരിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ മുഴുകരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങൾ ഉണ്ടാകത്തക്ക വിധം ശരീരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുവിൻ. റോമ അധ്യായം 14. സഹോദരനെ വിധിക്കരുത്. വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത്. ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ബലഹീനനാകട്ടെ സസ്യാഹാരം കഴിക്കുന്നു. ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത്. ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയുമരുത്. എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ ഭൃത്തിനെ വിധിക്കാൻ നീ ആരാണ്? സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളത് കൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും. ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തെക്കാൾ വിലമതിക്കുന്നു. വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒന്നുപോലെ വിലമതിക്കുന്നു. ഓരോരുത്തർക്കും താങ്കളുടെ മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിനായി അത് ആചരിക്കുന്നു. ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു. ഭക്ഷിക്കാത്തവൻ കർത്താവിനായി ഭക്ഷിക്കാതിരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും.
നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? എന്നാൽ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാ മുട്ടുകളും എന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ ഏറ്റുപറയുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുളി ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിനു മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇടർച്ച വരുത്തരുത്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ. അതെ, അശുദ്ധമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയുകയും കർത്താവായ യേശുവിൽ എനിക്ക് ബോധ്യമാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണ നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്ക് അന്വേഷിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി തകർത്ത് കളയരുത്. എല്ലാം ശുദ്ധമാണ്. എന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകാത്ത വിധം വഷിക്കുന്നവന് അത് തിന്മയാകുന്നു. മാംസം വഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരനെ ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നതാണ് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിന്റേത് തന്നെയായിരിക്കട്ടെ. താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്താത്തവൻ അനുഗ്രഹീതൻ. സംശയിക്കുന്നവൻ വഷിച്ചാൽ അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തതിനാൽ വിധിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാവമാണ്. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ അന്യോന്യം വിധിക്കാതെ സ്നേഹത്തിലൂടെ നിയമം പൂർത്തിയാക്കി വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുക. ദൈവത്തിന് മഹത്വം.